സ്മൃതി തരംഗം. ആകാശവാണിയുടെ ശബ്ദശേഖരത്തെ ആസ്പദമാക്കിയുള്ള പരിപാടി. ONV കുറുപ്പ്. കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കൽ കുടുംബത്തിലെ ON കൃഷ്ണക്കുറുപ്പിന്റെയും K ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും പുത്രനായി 1931 ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV ജനിച്ചു. 1948 ഇന്റർമീഡിയറ്റ് പാസ്സായി. 1952 സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും 1955 മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1957 മുതൽ 1986 വരെ വിവിധ കോളേജുകളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. കേരള കലാമണ്ഡലം ചെയർമാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1989 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതാരചന തുടങ്ങിയ ONV തന്റെ ആദ്യ കവിതയായ മുന്നേറ്റം എഴുതുന്നത് 15-ാം വയസ്സിലാണ്. 1949 പുറത്തിറങ്ങിയ പൊരുതുന്ന സൗന്ദര്യം ആണ് ആദ്യത്തെ കവിതാ സമാഹാരം. ആദ്യം ബാലമുരളി എന്ന പേരിൽ പാട്ടെഴുതിയിരുന്ന ONV ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചലച്ചിത്രം മുതലാണ് ONV എന്ന പേരിൽ തന്നെ ഗാനങ്ങൾ എഴുതി തുടങ്ങിയത്. മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് ഭാവുകത്വപരമായ പൂർണ്ണത നൽകുന്നതിലും കവിതയെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും മുന്നിൽ നിന്നവരിൽ പ്രമുഖനായിരുന്നു ONV. സ്വയം ചൊല്ലി അവതരിപ്പിച്ച കവിതകൾ ആസ്വാദകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. 6 പതിറ്റാണ്ട് ദൈർഘ്യമുള്ള സാഹിത്യ ജീവിതത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 1998 പത്മശ്രീ, 2007 ജ്ഞാനപീഠം, 2011 പത്മവിഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾക്കു പുറമെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, ചങ്ങമ്പുഴ പുരസ്കാരം തുടങ്ങിയവയും മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ, ഫിലിം ഫെയർ പുരസ്കാരങ്ങൾ തുടങ്ങിയവയും കരസ്ഥമാക്കി. കവിതാ ലോകത്തും സാംസ്കാരിക മണ്ഡലങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ONV 2016 ഫെബ്രുവരി 13 തന്റെ 84-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. മലയാള കാവ്യഗാന സാംസ്കാരിക ലോകത്തെ ദീപ്ത സാന്നിധ്യമായിരുന്ന പ്രൊഫസർ ONV കുറുപ്പ് തന്റെ ഇഷ്ടപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് A. പ്രഭാകരനുമായി. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നെടുത്തത്. ആദ്യമായി കുമാരസംഭവത്തിലെ പൊൽത്തിങ്കൾ കല പൊട്ടുതൊട്ട എന്ന പാട്ടാണ് അവതരിപ്പിക്കുന്നത്. ആ പാട്ട് എത്രയോ വർഷം മുമ്പ് എഴുതിയതാണ്. ഞാൻ കോളേജിൽ അധ്യാപകനായിരിക്കുന്ന കാലത്താണ്. വൈകുന്നേരം കോളേജ് വിട്ടിട്ട് ചെന്നിരുന്നാണ് ഇത് എഴുതുന്നത്. ഞാനും വയലാർ രാമവർമ്മയും കൂടിയാണ് കുമാരസംഭവം എന്ന ചിത്രത്തിന് പാട്ടെഴുതിയത്. എല്ലാവരുടെയും പാട്ട് ദേവരാജനാണ് സംഗീതം കൊടുത്ത് അവതരിപ്പിച്ചത്. വയലാർ സ്ഥലത്തുണ്ട്, ദേവരാജനുമുണ്ട്. ഞാൻ വൈകിട്ട് ചെന്ന് ചേരുകയുള്ളൂ. അപ്പോൾ കോളേജിലെ ഇടവേളയിലും പോകുന്ന വഴിക്കുമൊക്കെയാണ് ഞാൻ അടുത്തെഴുതാൻ പോകുന്ന പാട്ട് ആലോചിക്കുന്നത്. ഹിമാലയത്തെപ്പറ്റി, ഹിമാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാരദൻ പാടിക്കൊണ്ടുവരുന്ന 2 പാട്ട് വേണമെന്ന് നിർമ്മാതാവ് ഞങ്ങൾ 2 പേരെഴുതുന്നത് കൊണ്ട് ആവശ്യപ്പെട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം മത്സരിപ്പിക്കുകയായിരുന്നു. ഞാനിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചപ്പോൾ ഹിമാലയ പർവ്വതം അന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞാണ് ഹിമാലയം ഞാൻ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. അത് മുകളിൽ നിന്ന് അതിമനോഹരമായിരിക്കുന്ന ആ ഹിമാലയത്തിൻ്റെ ദൃശ്യം പിന്നെ കാളിദാസൻ്റെ കൃതികളിലൂടെ മനസ്സിൽ കടന്നുകൂടിയത് സങ്കല്പത്തിലൂടെ വളർത്തി സത്യം ശിവം സുന്ദരം എന്ന 3 വാക്കുകളാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. വഴിക്ക് വെച്ചും കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ തോന്നിയ ആ പാട്ടാണ് പൊൽത്തിങ്കൾക്കര പൊട്ടുതൊട്ട ഹിമവത്സൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റപ്പൂങ്കുള പോൽ എന്ന് തുടങ്ങുന്ന ആ പാട്ട് ആദ്യമായിട്ട് ഇഷ്ടഗാനങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ അത് തന്നെ അവതരിപ്പിക്കട്ടെ. സിനിമ നാടക ഗാനങ്ങളൊക്കെ എഴുതിക്കൊണ്ടാണോ പ്രൊഫസർ ONV ആദ്യം തന്നെ ഈ കാവ്യ രംഗത്തേക്ക് വരുന്നില്ല? കവിയായിട്ടാണ് 19 വർഷം മുമ്പേ. ഞാൻ 1946 ആദ്യമായിട്ട് എൻ്റെ ഒരു കവിത കൊല്ലത്ത് നിന്ന് ഒരു വാരികയിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതിനും എത്രയോ മുമ്പ്
സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ കവിത എഴുതിയിരുന്നു. ഇത് സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അന്ന് പാട്ട് എഴുതുക എന്ന ഒരു ആലോചനയില്ല. കഥകളി പാട്ട് കേട്ടിട്ടുണ്ട്, നാടൻ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ പാട്ടിൻ്റെ ഒരു ലോകം മനസ്സിലുണ്ടെന്നല്ലാതെ ഒരു പാട്ടെഴുത്തുകാരനാവുക എന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് പാട്ടുകൾ എഴുതാൻ തുടങ്ങി. അത് ഈ വിദ്യാർത്ഥികളുടെ യോഗത്തിലും മറ്റും പാടുന്നതിന് ദേശാഭിമാന ഭരിതമായ പാട്ടുകൾ, അന്ന് ആകപ്പാടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പി ഭാസ്കരൻ്റെ പാട്ടുകളാണ്. കഥം കഥം ബെഡായിജ പോലെയുള്ള, അന്ന് കവിതയാണ് പ്രധാനമായിട്ട് എഴുതിയിരുന്നത്. പിന്നെ ഈ നാടക ഗാനങ്ങളിലേക്ക് അത് 1952 എൻ്റെ ഓർമ്മ. ഈ പഴയ നാടകം KPSC. അടുത്ത ഗാനം ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠ സുഹൃത്തിൻ്റെ സ്മരണയ്ക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് കുറേയധികം സിനിമാ ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട്, ഒന്നിച്ച് എല്ലാ സുഖദുഃഖങ്ങളും പങ്കുവെച്ച് സംസാരിച്ച് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആകസ്മികമായി ഇവിടെ പറഞ്ഞു പോയി. സാക്ഷാൽ MB ശ്രീനിവാസൻ, ഞങ്ങൾ MBS എന്ന് വിളിക്കും. അദ്ദേഹത്തെ ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ പല പാട്ടുകളും വരുന്നുവെങ്കിലും ഒരു വട്ടം കൂടി എന്ന ആ പാട്ടാണ് ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന് ഈ പാട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം ഇത് തമിഴിൽ എഴുതിയെടുത്ത് മറീന ബീച്ചിൽ പോയിരുന്ന് ഒരു വൈകുന്നേരം ആ സാഗരത്തെ നോക്കിയിരുന്ന് അദ്ദേഹം ഇത് ആവേശഭരിതനായിട്ട് അങ്ങ് പാടിയത് ഞാൻ ഓർക്കുകയാണ്. ആ ട്യൂണൊന്നുമല്ല പിന്നീട് ഇതിന് വന്നത്, പക്ഷേ അദ്ദേഹം പല 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 രാഗങ്ങളിൽ ഇതങ്ങനെ പാടുകയായിരുന്നു, മതിമറന്ന് പാടുകയായിരുന്നു. ഇപ്പോഴും MBSൻ്റെ ആ ഓർമ്മയോടൊപ്പം ഈ പാട്ടുകൊണ്ട് എൻ്റെ ഓർമ്മകളുടെ തിരുമുറ്റത്ത് അദ്ദേഹം നിന്ന് പാടുന്നതായി തോന്നുന്നു. ഒരു വട്ടം കൂടി ചില്ലിലെ പാട്ടാണ്, യേശുദാസ് പാടിയതാണ്, ജാനകിയും പാടിയിട്ടുണ്ട്. ONV കവിതകളും അതുപോലെ ONV എഴുതിയിരിക്കുന്ന സിനിമാ പാട്ടുകളൊക്കെ കേൾക്കുന്നവർക്ക് പൊതുവെ ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു ചിത്രം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മളുടെ പാട്ടുകളുടെ പാരമ്പര്യം അനുസരിച്ച് തന്നെ ഗ്രാമീണ ചിത്രങ്ങളും ഇമേജുകളും ഒക്കെയാണ് നമ്മുടെ പാട്ടിൽ അധികവും വന്നിട്ടുള്ളത്. അത് ഒരു ജനിച്ച് വളർന്ന ഒരു പരിസ്ഥിതിയുടെ ഒരു തീർച്ചയായിട്ടും ഓരോ കവിക്കും എഴുത്തുകാരനും അയാളുടേതായിരിക്കുന്ന ഒരു പരിതസ്ഥിതിയുണ്ട്, അയാളുടേതായ ഒരു ലാൻഡ്സ്കേപ്പും. അങ്ങനെ അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് വന്നതാണ്. എന്തുകൊണ്ടോ നമുക്ക് ഇന്ന് ഇപ്പോൾ ഈ പുകക്കുഴലുകളുടെയും വ്യവസായശാലകളുടെയും മഹാനഗരങ്ങളുടെയും അമ്പരചുംബികളുടെയും ഒന്നും സംഗീതം നമുക്ക് വന്നിട്ടില്ല മലയാളത്തിന് എങ്കിലും. ഈ മലയാള ഗാനങ്ങൾ ഗ്രാമീണ ശൈലിയിൽ തന്നെ, ഗ്രാമീണ ശൈലിയാണ് കൂടുതലും നമുക്ക് പഥ്യമായിട്ടുള്ളത്. അത് ശ്രോതാക്കൾക്ക് ഇഷ്ടവും അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് അവതരിപ്പിക്കാൻ പോകുന്ന പാട്ട്, ഇപ്പോൾ MBSനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ട ഒരാളാണ് എങ്കിലും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജ്യേഷ്ഠ സുഹൃത്തായ MBSൻ്റെ ഓർമ്മ പുതുക്കിയതിന് ശേഷം ഒരു അനുജനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന, അടുത്ത കാലത്ത് അന്തരിച്ച, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട രവീന്ദ്രൻ്റെ ഒരു പാട്ടാണ്. രവീന്ദ്രൻ്റെ ഓർമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പറയാത്ത മൊഴികൾ തന്നെ ആഴത്തിൽ മുങ്ങിപ്പോൾ പറയുവാൻ ആശിച്ചതെല്ലാം എന്ന അവസാനമായി രവീന്ദ്രനൊത്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഈ പാട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്ന ഭരത് ഗോപി സംവിധാനം ചെയ്ത ആ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഈ പാട്ട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് പാടിയിരിക്കുന്നത് ചിത്രയും ബിജു നാരായണനുമാണ്. ഈ ഹൃദയത്തിൻ്റെ വിതുമ്പലുകൾ ചിലപ്പോൾ ഈ ഒരു മനസ്സിൻ്റെ വല്ലാത്തൊരു ആഹ്ലാദം, ഇതെല്ലാം ഈ വരികളിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു തന്നെയല്ല, രവീന്ദ്രൻ്റെ സാധാരണ ശൈലിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ഗസലിൻ്റെ ശൈലിയും കൂടെ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ആളുകൾ വളരെ ഇഷ്ടപ്പെട്ടതാണ് അല്ലേ ശ്രോതാക്കൾ. ഈ സിനിമാ ഗാന സങ്കല്പങ്ങൾ തന്നെ തിരുത്തി കുറിച്ചിരുന്നല്ലോ ആദ്യകാലങ്ങളിൽ. ഞാൻ ഈ പഴയ തലമുറയിലെ ഒരാളായതുകൊണ്ടായിരിക്കാം. മലയാള കാവ്യഗാന സാംസ്കാരിക ലോകത്തെ ദീപ്ത സാന്നിധ്യമായിരുന്ന പ്രൊഫസർ ONV കുറുപ്പ് തന്റെ ഇഷ്ടപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു A. പ്രഭാകരനോടൊപ്പം. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നെടുത്തത്. ഇന്നത്തെ സ്മൃതി തരംഗം സമാപിക്കുന്നു.